ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് നമ്പർ 3 ആണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം നമുക്കറിയാം, അതായത് ഇതാണ് നമ്മുടെ 10th മെയിൻസിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്തുണ്ട്, പറയുന്ന പ്രിലിംസിനും അതെ മെയിൻസിനും അതെ മഹാത്മാഗാന്ധിയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സിലബസ് ആണ്. അതിലുമുണ്ട് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് മഹാത്മാഗാന്ധി എന്നുള്ളത്. ഇപ്പൊ രണ്ടിലുമുള്ള കോമൺ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2021 മുതൽ 2024 വരെ PSC ചോദിച്ചിരിക്കുന്ന ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയാണ് ഇന്നത്തെ ക്ലാസ് വന്നിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്റ്റീവ് ഫാക്ട്സ് എല്ലാം പറഞ്ഞു പോകാം നമുക്ക്. ഓക്കെ, ഒരു ക്വിക്ക് റിവിഷൻ, അതായത് നിങ്ങൾ ഈ ടോപ്പിക് ഒന്ന് വായിച്ച് നോക്കിയിട്ട് വരികയാണെങ്കിൽ ക്ലാസ് ഇത്തിരി കൂടി എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്യും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആദ്യ സത്യാഗ്രഹം ഏതാണ്? ആദ്യ സത്യാഗ്രഹം എന്ന് പറയുന്നത് അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. ഓക്കെ, ചമ്പാരൻ സത്യാഗ്രഹം ഏത് വർഷമാണ്? 1917 ചമ്പാരൻ സത്യാഗ്രഹം. അതായത് എന്തായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിന് കാരണം? അതായത് കർഷകരെ കൃഷിഭൂമിയിൽ എന്താണ് ആ ഒരു പോർഷനിൽ 20 മുറിച്ചു കഴിഞ്ഞാൽ അതിൽ 3 ഭാഗവും നീലം കൃഷി ചെയ്യണം എന്ന് പറയുന്ന ഒരു നിബന്ധന വരികയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ത്? ആ ഒരു സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് എന്ത്? തിങ്കാതീയ സമ്പ്രദായം. ഒന്ന് പഠിച്ചു വെക്കുക. തിങ്കാതീയ സമ്പ്രദായം ഏതുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? അത് ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് തിങ്കാതീയ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, 1917 അതേപോലെ തന്നെ ഗാന്ധിജിയെ രാഷ്ട്രീയപരമായിട്ട് എന്താണ് സജീവമാക്കാനായിട്ട് ഇടയായ ഒരു സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. ഇതിന്റെ പ്രാദേശിക നേതാവാണ് ആര്? രാജ്കുമാർ ശുക്ല. ആരാണ്? രാജ്കുമാർ ശുക്ല. ഇതിൽ ഈ ഒരു പേര് നിങ്ങൾക്ക് എന്താണ്? തിങ്കാതീയ സമ്പ്രദായം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? ചമ്പാരൻ സത്യാഗ്രഹവുമായി. അപ്പൊ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചമ്പാരൻ സത്യാഗ്രഹവും, ആദ്യ നിരാഹാര സമരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്. എന്താണ് ബർദോളി സത്യാഗ്രഹം? ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ ബർദോളി സത്യാഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലുമായിട്ട് ബന്ധപ്പെട്ടാണ് ബർദോളി സത്യാഗ്രഹം വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജിയെ ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നൽകിയതാണ്? ഏതാണ്? ഡു ഓർ ഡൈ, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം, നിസ്സഹകരണ പ്രസ്ഥാനം. ഏതാണ് ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നുള്ളത്? ഏതാണ്? ഓപ്ഷൻ സി, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കുന്നത് 1900, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത് 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ആരാണ് അവതരിപ്പിക്കുന്നത്? ജവഹർലാൽ നെഹ്റു ആണ്. എവിടെയാണ്? ഏത് സമ്മേളനത്തിലാണ്? INCയുടെ ബോംബെ സമ്മേളനത്തിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എന്താണ് ഇതിനുള്ള റീസൺ എന്ന് പറയുന്നത്? ക്രിപ്സ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ സമരം വരുന്നത്. അതേപോലെ തന്നെ 1942 ഓഗസ്റ്റ് 9 എന്ത് സംഭവിക്കുന്നത്? ക്വിറ്റ് ഇന്ത്യ സമരം പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഓഗസ്റ്റ് 9 എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇനി ഈ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന് രൂപം നൽകിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. ആരാണ്? അത് യൂസഫ് മെഹ്റലിയാണ്. ആര്? യൂസഫ് മെഹ്റലി. ഓക്കെ, അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം, ഒരു ആശയം, അതായത് നമ്മുടെ ഗാന്ധിജിയുടെ ഏത് പത്രമാണ്? ഹരിജൻ എന്ന പത്രത്തിലൂടെയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിച്ചത്. അതേപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം നമ്മൾ പറഞ്ഞു ജവഹർലാൽ നെഹ്റു ആണ്, ബോംബെ സമ്മേളനത്തിലാണ്. ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ നേതാവ് ആരെന്ന് ചോദിക്കാറുണ്ട്. അതാരാണ്? KB മേനോൻ. ഓക്കെ, അതേപോലെ തന്നെ ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാതിരുന്നവരുണ്ടായിരുന്നു. ആരൊക്കെയാണ്? അത് മുസ്ലിം ലീഗും ഹിന്ദു മഹാസഭയുമാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്ന് വിട്ടുനിന്നത്. ആരൊക്കെയാണ്? മുസ്ലിം ലീഗും അതേപോലെ ഹിന്ദു മഹാസഭയും ഇതിൽ നിന്ന് വിട്ടുനിന്ന ആൾക്കാരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏതായിരുന്നു? ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത് ആദ്യത്തേതാണ് ചോദിച്ചിരിക്കുന്നത്. നിസ്സഹകരണ സമരമാണ്. നിസ്സഹകരണ സമരം 1920 സമയങ്ങളിൽ. ഓക്കെ, അതായത് ചമ്പാരൻ, അഹമ്മദാബാദ്, അതെല്ലാം ഒരു പ്രാദേശിക സമരങ്ങളായിരുന്നു. അപ്പൊ നിസ്സഹകരണ സമരമാണ് എന്താ ഒരു ദേശീയ പ്രക്ഷോഭമായിട്ട് വന്നത്. ഏതായിരുന്നു? നിസ്സഹകരണ സമരമായിരുന്നു. ഓക്കെ, 1920 ഓഗസ്റ്റ് 1 നിസ്സഹകരണ സമരം ആരംഭിക്കാൻ തീരുമാനിക്കുകയും അന്ന് രാവിലെ മരിച്ചൊരു നേതാവുണ്ട്. അദ്ദേഹമാണ് ആര്? ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് 1920
1920 ഓഗസ്റ്റ് 1 ഈ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ച് ഗാന്ധിജി തീരുമാനിക്കുന്ന ദിവസം അതായിരുന്നു. അന്ന് രാവിലെ മരിച്ച നേതാവായിരുന്നു. ഓക്കെ, നിസ്സഹകരണ സമരം. ഈ നിസ്സഹകരണ സമരം നിർത്തലാക്കാൻ കാരണമായ ഒരു സംഭവമുണ്ട്. അത് ഏതാണ്? അത് ചൗരി ചൗര സംഭവം. എന്തായിരുന്നു ചൗരി ചൗര? യുപിയിലെ ഗോരഖ്പൂർ അവിടേക്ക് നടത്തിയ ആ ഒരു കോൺഗ്രസ് മാർച്ചിലേക്ക് പോലീസുകാരെ എന്ത് ചെയ്യുന്നുണ്ട്? പോലീസുകാർ അതിനെ മാർച്ച് ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൾക്കാരെല്ലാവരും കൂടി, ഈ മാർച്ചിന് വന്നവരെല്ലാവരും കൂടി ആ ഒരു പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ഏകദേശം 22ഓളം പോലീസുകാരെ ചുട്ടരിച്ച്, ആ പോലീസ് സ്റ്റേഷൻ ചുട്ടരിച്ച് അവരെ കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അതാണ് നിസ്സഹകരണ സമരം ഗാന്ധിജി നിർത്തലാക്കാൻ, അതായത് അഹിംസയുടെ മാർഗം ജനങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗാന്ധിജി നിർത്തലാക്കുന്നതാണ് ഈ നിസ്സഹകരണ സമരം എന്ന് പറയുന്നത്. ചൗരി ചൗര സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. ഗാന്ധിജി ഇടപെട്ട പ്രാദേശിക സമരങ്ങളിൽ പെടാത്തവ പ്രാദേശിക സമരമാണ് അല്ലെ. അപ്പൊ എന്താണ്? അഹമ്മദാബാദ് തുണിമില്ല് സമരം പ്രാദേശിക സമരമായിരുന്നു. അതേപോലെ ഗേദയിലെ കർഷക സമരം, അതും എന്താണ്? പ്രാദേശിക സമരമാണ്. അപ്പൊ ഏതാണ് പെടാത്തവ ചോദിക്കുമ്പോൾ അത് തെലങ്കാന സമരവും സ്വദേശി പ്രസ്ഥാനവുമാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 3 and 4 ആണ്. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു, ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ബാലഗംഗാധര തിലകൻ, ഗോപാലകൃഷ്ണ ഗോഖലെ, അതേപോലെ തന്നെ ബിപിൻ ചന്ദ്രപാൽ, സുഭാഷ് ചന്ദ്രബോസ്. ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്? അത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു. അതേപോലെ നമുക്ക് പഠിക്കേണ്ടതാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. ആരാണ് രാഷ്ട്രീയ പിൻഗാമി എന്ന് പറയുന്നത്? ഓക്കെ, രാഷ്ട്രീയ പിൻഗാമി ആരാണ്? രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. എങ്കിൽ ആത്മീയ ഗുരു ആരാണ്? ആത്മീയ ഗുരു, രാഷ്ട്രീയ ഗുരു പറഞ്ഞു, ആരാണ് ആത്മീയ ഗുരു ഗാന്ധിജിയുടെ? ടോൾസ്റ്റോയി ആണ് ഗാന്ധിജിയുടെ ആത്മീയ ഗുരു. അപ്പൊ ചോദിക്കാം ആത്മീയ പിൻഗാമി ആരെന്ന് ചോദിക്കാം. ആരാണ് ആത്മീയ പിൻഗാമി? അത് വിനോബ ഭാവെയാണ്. ആരാണ്? വിനോബ ഭാവെ. പൗനാറിലെ സന്യാസി എന്നൊക്കെ അറിയപ്പെടുന്ന വിനോബ ഭാവെയാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തിയാണ്. ആര്? വിനോബ ഭാവെ, 1940 സമയങ്ങളിൽ. അപ്പൊ ആരാണ്? അപ്പൊ ആത്മീയ പിൻഗാമിയാണ് വിനോബ ഭാവെ. രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു ആണ്. ആത്മീയ ഗുരു ടോൾസ്റ്റോയും രാഷ്ട്രീയ ഗുരു ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയുമാണ്. നെക്സ്റ്റ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം വരുന്നത്? 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായിട്ട് ആചരിക്കുന്നത്. നിസ്സഹകരണ സമരം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരുന്നു? എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഏതാണ്? ചൗരി ചൗര സംഭവം. 1922 ഫെബ്രുവരി 5 നടന്ന ചൗരി ചൗര സംഭവം കാരണമാണ് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്? നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മന്ത്രം ഗാന്ധിജി നൽകിയത് ഏത് ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടതാണ്? അത് ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1ഉം 3ഉം സമ്മേളനങ്ങളിൽ പങ്കെടുത്തു, 1ഉം 2 സമ്മേളനങ്ങളിൽ, രണ്ടാമത്തെ സമ്മേളനത്തിൽ, എല്ലാ സമ്മേളനങ്ങളിലും മാത്രം. ഏതാണ്? രണ്ടാമത്തെ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. ഓക്കെ, ആ സമയത്ത് ഗാന്ധിജിയുടെ ഉപദേഷ്ടാവ് ആരായിരുന്നു? അത് മദൻ മോഹൻ മാളവിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിട്ടിരുന്നത് മദൻ മോഹൻ മാളവിയാണ്. അതായത് ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണഘടനാ പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയൊക്കെ പഠിക്കാനായിരുന്നു എന്ത്? വട്ടമേശ സമ്മേളനങ്ങൾ. ഏതൊക്കെ വർഷമായിരുന്നു നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ? 1930, 31, 32 ആ 3 വർഷങ്ങളിലായിരുന്നു വട്ടമേശ സമ്മേളനം നടന്നത്. എവിടെയായിരുന്നു? ജെയിംസ് പാലസ്. എവിടെയാണ്? ജെയിംസ് പാലസ് എന്ന് പറയുന്നത് ലണ്ടനിലാണ്. ലണ്ടൻ. അതേപോലെ തന്നെ അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? വട്ടമേശ സമ്മേളനങ്ങളിലെ അധ്യക്ഷൻ എന്ന് പറയുന്നത് റാംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. റാംസെ മക്ഡൊണാൾഡ് ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്നു മക്ഡൊണാൾഡ്. ഓക്കെ, അതേപോലെ തന്നെ ഈ ഒരു രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ വിളിക്കുന്നത്. നമുക്കറിയാം അർദ്ധനഗ്നായ ഫക്കീർ എന്ന് വിളിക്കുന്നത് ആരാണ്? വിൻസ്റ്റൺ ചർച്ചിലാണ്. അത് ഈ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. INC പങ്കെടുക്കുന്ന INCയെ പ്രതിനിധീകരിച്ചാണ് ഗാന്ധിജി പങ്കെടുക്കുന്നത്. അതേപോലെ തന്നെ ഭാരതീയ സ്ത്രീകളെ പ്രതിനിധീകരിച്ച് സരോജിനി നായിഡുവും എന്ത് ചെയ്യുന്നുണ്ട്? ഈ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ജയപ്രകാശ് നാരായൺ. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ഏതാണ്? ഓപ്ഷൻ ബി ക്ഷേത്രപ്രവേശന വിളംബരമാണ്.
ഗാന്ധിജി ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഉപ്പ് കുറുക്കി നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചതെന്ന്, ഉപ്പ് കുറുക്കിയ ദിവസമാണ് ചോദിക്കുന്നത്, എന്നാണ്? 1930 ഏപ്രിൽ 6-നാണ്. എത്ര പേരായിരുന്നു ഗാന്ധിജി അനുഗമിക്കുന്നത്? 78 ആൾക്കാരുമായിട്ടാണ് ഗാന്ധിജി പോകുന്നത്, അല്ലെ? 1930 മാർച്ച് 12-നാണ് ഈ യാത്ര ആരംഭിക്കുന്നത്. മാർച്ച് 12-ന് യാത്ര ആരംഭിച്ച് 5-ന് അവിടെ എത്തിച്ചേരുന്നുണ്ട്. 6-നാണ് എന്ത് ചെയ്യുന്നത്? ഉപ്പ് കുറുക്കുന്നത്. ഈ 1929-ലെ ലാഹോർ സമ്മേളനം നമുക്കറിയാം. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള 1929 ലാഹോർ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ സിവിൽ നിയമലംഘന ഇത് എന്ത് ചെയ്യുന്നത്? പുറപ്പെടുവിക്കുന്നത്. അവർ അത് അംഗീകരിക്കുന്നത്. അതേപോലെ തന്നെ പഠിക്കേണ്ട 3-4 പേരുണ്ട്. അതായത് ഗാന്ധിജിയുടെ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളുണ്ട്. അത് ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. ആരൊക്കെയാണ്? സി കൃഷ്ണൻ നായർ. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് 4 പേരുകൾ തന്നിട്ട് ഇവരിൽ ആരൊക്കെയാണ് ഗാന്ധിജിയെ അനുഗമിച്ചവർ എന്നായിരുന്നു ചോദിച്ചത്. അതിൽ തന്നിരുന്ന 2 പേര്, ഒന്ന് സി കൃഷ്ണൻ നായരും രണ്ടാമത് തന്നത് രാഘവ പൊതുവാളുമായിരുന്നു. രാഘവ പൊതുവാൾ, ഈ 2 പേരായിരുന്നു ആ പരീക്ഷയ്ക്ക് വന്നിരുന്നത്. സി കൃഷ്ണൻ നായരും അതേപോലെ തന്നെ രാഘവ പൊതുവാൾ. മൂന്നാമതാരാണ്? ശങ്കരൻ എഴുത്തച്ഛൻ. 4-മത്തെ വ്യക്തിയാണ് ആര്? ടൈറ്റസ്. ഇങ്ങനെ 4 പേരാണ്, 4 മലയാളികളാണ് എന്ത് ചെയ്യുന്നത്? ഗാന്ധിജിയെ അനുഗമിക്കുന്നത്. ടൈറ്റസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1940-ൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിന് വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് അപ്പൊ നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആരെയാണ്? വിനോബ ഭാവെയാണ് തിരഞ്ഞെടുക്കുന്നത്. അതായത് എന്താണ്? ഗാന്ധിജി ആരംഭിക്കുന്ന ഒരു സത്യാഗ്രഹ രീതിയായിരുന്നു ഈ വ്യക്തി സത്യാഗ്രഹം എന്ന് പറയുന്നത്. അതായത് ആഗസ്റ്റ് ഓഫർ നമ്മൾ പഠിക്കുന്നുണ്ട്. ആഗസ്റ്റ് ഓഫറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗാന്ധിജിക്ക് അസംതൃപ്തിയായിട്ട് അദ്ദേഹം തുടങ്ങി വെക്കുന്നതാണ് ഈ വ്യക്തി സത്യാഗ്രഹം. ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹങ്ങൾ ഏറ്റവും ദുർബലമായതെന്ന് അറിയപ്പെടുന്ന ഈ വ്യക്തി സത്യാഗ്രഹമാണ്. അതായത് വ്യക്തി സത്യാഗ്രഹം 1940-ആണ്. 1-മത്തെ വ്യക്തിയാണ് ആര്? ഈ വിനോബ ഭാവെ. അത് ഏത് സ്ഥലമാണ്? പൗനാർ എന്ന സ്ഥലത്താണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ 1940 ഒക്ടോബർ 17-നാണ് എന്ത് ചെയ്യുന്നത്? ഈ വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്നത്. അതേപോലെ വൈക്കം സത്യാഗ്രഹം നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി വിടുന്നത് ആരെയാണ്? ഈ പറയുന്ന വിനോബ ഭാവെയാണ്. അതേപോലെ ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനം അതേപോലെ ഗ്രാമദാന പ്രസ്ഥാനം ഒക്കെ ആരംഭിക്കുന്നത് ഈ പറയുന്ന വിനോബ ഭാവെ. അതേപോലെ മക്സസെ അവാർഡ് നേടിയ ഇന്ത്യക്കാരനാണ് ആര്? ആദ്യമായി മക്സസെ അവാർഡ് നേടിയ ഇന്ത്യക്കാരനാണ് വിനോബ ഭാവെ. എങ്കിൽ ചോദിക്കാം, 2-മത് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്ത ആരെയാണ്? അത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. കേരളത്തിൽ നിന്ന് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിന് തിരഞ്ഞെടുത്തത് ആരെയാണ്? അത് കെ കേളപ്പനെയാണ്. കേളപ്പൻ. ഓക്കെ, അപ്പൊ ഈ വിനോബ ഭാവയായിട്ട് കണക്ട് ചെയ്ത് കുറച്ച് പഠിക്കാനുള്ള കാര്യങ്ങളാണിത്. പൗനാറിലെ സന്യാസി എന്നും പൗനാർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരു വ്യക്തി സത്യാഗ്രഹത്തിന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാണ്? ഖേദാ സമരം, അതേപോലെ തന്നെ ഏതാണ്? ചമ്പാരൻ സമരവുമാണ്. ഖേദാ സമരം ഏതാണ്? 1918-ലും, ചമ്പാരൻ സമരം 1917-ലുമാണ്. അപ്പൊ ആൻസർ ഏത് വരും? 1ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഗാന്ധിജി നടത്തിയ ആദ്യ നികുതി നിഷേധ സമരമായിരുന്നു ഏത്? ഈ പറയുന്ന ഖേദാ സമരം എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ശരിയായ ക്രമം ഏതാണ്? ശരിയായവ ഏതെന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. റൗലറ്റ് ആക്ട് ഏത് വർഷമാണ്? റൗലറ്റ് ആക്ട് 1919-ലാണ് റൗലറ്റ് ആക്ട്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. നേരെ ഓപ്ഷനിലേക്ക് പോകും. ഒന്നുള്ളത് അങ്ങ് വെട്ടിക്കളയുക. ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. ശരിയായത് ദണ്ഡി മാർച്ച് 1930-ലാണ്. ശരിയാണ്. സൈമൺ കമ്മീഷൻ 28-ആണ്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 31-ലാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവമാണ് ഏത്? വാഗൺ ട്രാജഡി, സവർണ ജാഥ, കീഴരിയൂർ ബോംബ് കേസ്, പട്ടിണി ജാഥ. ഏതാണ്? കീഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത്. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആരാണ്? രാഷ്ട്രീയ ഗുരുവാണ്. രാഷ്ട്രീയ പിൻഗാമി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത്. ജനാധിപത്യ ഭരണം, ചിലപ്പോൾ ഇത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ് വായിക്കുന്നത്. ജനാധിപത്യ ഭരണം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിജിയെ കുറിച്ച് താഴെ തന്നിട്ടുള്ള പ്രസ്താവനയിൽ നിന്ന് ശരിയായവ. 1869 ഒക്ടോബർ 2-ന് ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ശരിയാണ്. 1915 ജനുവരി 9-ന് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. അതുകൊണ്ടാണ് ഈ പറയുന്ന ജനുവരി 9 പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത്. സുരേന്ദ്രനാഥ് ബാനർജിയെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവായി കണക്കാക്കുന്നു. തെറ്റല്ലേ? ആരാണ്? നമുക്കറിയാം, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി 1 and 2 ആണ്.
മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിന് വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്? ഇപ്പറയുന്ന അഹമ്മദാബാദിലെ തുണിമില്ല് സമരം. 1917 അഹമ്മദാബാദിലെ തുണിമില്ല് സമരം. എന്തായിരുന്നു കാരണം? പ്ലേഗ് ബോണസിനെ ചൊല്ലിയായിരുന്നു. അതായത് 1917 അഹമ്മദാബാദിൽ എന്ത് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്? പ്ലേഗ് രോഗം. അതോടെ എന്താണ്, ഏകദേശം 10% ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മരിച്ചു വീഴുക, അല്ലെ, ഒത്തിരി പേരെ കൊന്നൊടുക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്ലേഗ് ബോണസ് വേണമെന്ന് പറഞ്ഞ് തൊഴിലാളികളും ഉടമകളും തമ്മിൽ നടക്കുന്ന ഒരു സമരമായിരുന്നു എന്ത്? അഹമ്മദാബാദ് മില്ല് സമരം എന്ന് പറയുന്നത്. അതിൽ ഗാന്ധിജി ആവശ്യപ്പെടുന്ന ഏകദേശം 35% വരെ വേതന വർധനമാണ് ഗാന്ധിജി ആവശ്യപ്പെട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മരണം വരെ നിരാഹാര സമരം ആരംഭിച്ചതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മില്ലുടമകളൊക്കെ ഇത് അംഗീകരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഗാന്ധിജി കൈസറെ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഏതാണ് അത്? ജാലിയൻ വാലാബാഗ് ആണ്. ഏത് ദിവസം? 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. എവിടെയാണ്? പഞ്ചാബിലെ അമൃത്സറിലാണ്. ഈ കൈസറെ ഹിന്ദ് ഗാന്ധിജി മാത്രമല്ല, കൂട്ടത്തിൽ ആരും കൂടി ഉണ്ട്? സരോജിനി നായിഡുവും കൈസറെ ഹിന്ദ് പദവി തിരിച്ചു നൽകുന്നുണ്ട്. എവിടെയാണ്? റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ടാണ് ഈ പറയുന്ന ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. ഈ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി അന്വേഷിക്കുന്ന കമ്മീഷനാണ് ഇത്? ഹണ്ടർ കമ്മീഷൻ. അതേപോലെ ഈ സർപ്പദവി തിരിച്ചു നൽകുന്നുണ്ട്. സർപ്പദവി ആരാണ് തിരിച്ചു നൽകുന്നത്? നമ്മുടെ ടാഗോർ ആണ് സർപ്പദവി തിരിച്ചു നൽകുന്നത്. അതേപോലെ എന്താണ്, വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെക്കുന്ന ആളുണ്ട്, അതാണ് നമ്മുടെ ചേറ്റൂർ ശങ്കരൻ. അതേപോലെ 2019 ഈ ഒരു സംഭവം, 1919 നടന്ന ഈ സംഭവത്തിനെതിരെ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബ്രിട്ടൻ. 2019 ആയപ്പോഴേക്കും, 100 വർഷമായപ്പോഴാണ് ബ്രിട്ടനെ സങ്കടം തോന്നിയത്, ചെയ്ത തെറ്റായി പോയി എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ചൗരി ചൗര സംഭവം നടന്ന വർഷം എന്നാണ്? ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടക്കുന്നത്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കണ്ട, ഇത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഞാൻ ഈ 2021 മുതൽ 24 വരെ നോക്കുമ്പോഴേക്കും ഏകദേശം ഒരു 50 ക്വസ്റ്റ്യൻ ഉള്ളതിൽ തന്നെ ഒരു 30ഓളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അതൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പൊ ഏകദേശം നോക്കിക്കേ. 1-ാം വട്ടമേശ സമ്മേളനം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 2-ാം വട്ടമേശ സമ്മേളനത്തിൽ മാത്രമാണ് ഗാന്ധിജി പങ്കെടുത്തിട്ടുള്ളത്. സോ ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന. 27ാമത്തത് റൗലറ്റ് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ആരൊക്കെയാണ്? സത്യപാൽ, അതേപോലെ സൈഫുദ്ദീൻ കിച്ചിൽ. ഇവരുടെ അറസ്റ്റിനെ പ്രതിഷേധിച്ചിട്ടാണ് പഞ്ചാബിലെ അമൃത്സറിൽ എന്ത് ചെയ്യുന്നത്? മംഗൾ പാണ്ഡെയൊക്കെ നമുക്കറിയാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ വരേണ്ടത് 1ഉം 4ഉമാണ്. ഓക്കെ, പിൻ തീയതി വെച്ച ചെക്ക് എന്ന വിശേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്താണ്? ഗാന്ധിജിയാണത് പറഞ്ഞതെന്നറിയാം. എന്താണ്? ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ടതാണ് ഗാന്ധിജി അങ്ങനെ പറയുന്നത്, പിൻ തീയതി വെച്ച ചെക്ക് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1 മാത്രമാണ്. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തില് ഇന്ത്യയുടെ പിന്തുണ നേടാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിയമിക്കുന്നതാണ് എന്തിനെ? ഈ പറയുന്ന ക്രിപ്സ് മിഷനെ. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? അത് സ്റ്റഫോർഡ് ക്രിപ്സ് ആണ്. 1942 മാർച്ച് 22 ഈ ക്രിപ്സ് മിഷൻ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ വരികയും 1942 ഏപ്രിൽ 12 അവർ തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഈ ക്രിപ്സ് മിഷനുമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു INCയുടെ ആ സമയത്ത് INCയുടെ അധ്യക്ഷനുണ്ട്. അതാണ് ആര്? മൗലാന അബുൽ കലാം ആസാദ് ആണ് ആ സമയത്ത് INCയുടെ പ്രസിഡന്റ്. അദ്ദേഹമാണ് ഈ ക്രിപ്സ് മിഷനുമായിട്ട് എന്ത് ചെയ്യുന്നത്? ചർച്ച നടത്തുന്നത്. അതേപോലെ തന്നെ മുസ്ലിം ലീഗും എന്ത് ചെയ്യുന്നുണ്ട്? അതേപോലെ തന്നെ കോൺഗ്രസ് ഒക്കെ ഇതിനെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? എതിർക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് എതിർക്കാനുള്ള കാരണം എന്തായിരുന്നു? അവരുന്നയിച്ച പാകിസ്ഥാൻ വാദം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ക്രിപ്സ് മിഷൻ അംഗീകരിക്കുന്നില്ല. അതേപോലെ കോൺഗ്രസ് എന്തുകൊണ്ടായിരിക്കും ഇതിനെ എതിർത്തത്? അതായത് ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയുമ്പോൾ അത് അവർക്ക് എന്ത് പറ്റാണ്ട് വരികയും അങ്ങനെയാണ് കോൺഗ്രസും എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന ക്രിപ്സ് മിഷനോട് എതിർക്കുന്നത്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച വർഷം ഏതാണ്? 48 ജനുവരി 30. ജനുവരി 30 എന്താ? രക്തസാക്ഷി ദിനം. 1948 ജനുവരി 30 ഗാന്ധിജി വെടിയേറ്റ് മരിക്കുന്നത്. ഗാന്ധിജി മുന്നോട്ട് വെച്ച നയി താലീം, അതായത് നൂതന വിദ്യാഭ്യാസ പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്?
പാശ്ചാത്യ വിദ്യാഭ്യാസം, ഉറപ്പായിട്ടും അതായിരിക്കില്ല. കാര്യം ഗാന്ധിജി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന് ഗാന്ധിജി ഊന്നൽ നൽകുന്നില്ല. അദ്ദേഹം അതിന് എല്ലാത്തിനും എതിരായിരുന്നു. വിദ്യാഭ്യാസം ഉൽപാദനക്ഷമമായ ഏതെങ്കിലും ഒരു തൊഴിലുമായി ബന്ധപ്പെടുത്തി വേണം, അതാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. 8 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം, അതും ശരിയാണ്. വിദ്യാഭ്യാസം മാതൃഭാഷയിലായിരിക്കണം, അതും ശരിയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ 1 മാത്രമാണ്. 1918 അതേപോലെ തന്നെ ഇതിന്റെ ഒപ്പം പഠിക്കേണ്ട ഒരു ടോപ്പിക്കും കൂടിയുണ്ട്. ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതി എന്ന് ചോദിക്കാറുണ്ട് ചില സമയത്ത്. അതേതാണ്? വാർധാ പദ്ധതി. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. വാർധാ പദ്ധതി, ആ ഒരു പേരും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സമരത്തിലാണ്? നമുക്കറിയാം ഏതാണ്? അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിലാണ് ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി. അതേപോലെ ബർദോളി സത്യാഗ്രഹം ഞാൻ നേരത്തെ പറഞ്ഞു, സർദാർ വല്ലഭായ് പട്ടേലാണ്. 1928 ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നൊക്കെ. ചമ്പാരൻ എന്നാണ്? 1917 ഗേദ സത്യാഗ്രഹം 1918. അഹമ്മദാബാദ് 1918. ഓക്കെ. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം ഏത്? ചമ്പാരൻ 1917. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് അത് സി ശങ്കരനാണ്. സി ശങ്കരൻ. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ള? ഗാന്ധിജി ഹിസ് ലൈഫ് ആൻഡ് തോട്ട് എന്ന് പറയുന്ന JB കൃപലാനിയുടെ പുസ്തകമുണ്ട്. JB കൃപലാനി. എന്താണ്? ഗാന്ധി ഹിസ് ലൈഫ് ആൻഡ് തോട്ട് എന്ന് പറയുന്നത്. ഗാന്ധിജി ജീവിതവും എന്താണ് അദ്ദേഹത്തിന്റെ ചിന്തകളും എന്ന് പറയുന്ന പുസ്തകം. അതേപോലെ തന്നെ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഗാന്ധിജിയുടെ ആത്മകഥ ഏതാണ്? നമുക്കറിയാം എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് ഗാന്ധിജിയുടെ ആത്മകഥ. അദ്ദേഹം ആത്മകഥ എഴുതിയ ഭാഷ ചോദിക്കാറുണ്ട്. അത് ഏതാണ്? അത് ഗുജറാത്തി ഭാഷയിലായിരുന്നു. ഏത് വർഷം? 1927 അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഗുജറാത്തിലെ ആത്മകഥയുടെ പേരെന്താണ്? അതെന്താണ്? സത്യാന പ്രയോഗ. സത്യാന പ്രയോഗ എന്നുള്ളതാണ്. അതേപോലെ തന്നെ എർവാദ ജയിലിൽ വെച്ചാണ് ഗാന്ധിജി ആത്മകഥ എഴുതുകയും ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? അത് മഹാദേവ് ദേശായി. മഹാദേവ് ദേശായി ആണ്. അതേപോലെ ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശമുള്ള ഏക മലയാളി അതാരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ. അതേപോലെ ജീവചരിത്രം മലയാളത്തിലേക്ക് ആദ്യമായി എഴുതിയത് ആരാണ്? അത് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അഹമ്മദാബാദ് തുണിമില്ല് സമരത്തിന് കാരണമായ സംഭവം എന്തായിരുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞു, ഏതാണ്? പ്ലേഗ് ബോണസ് ആണ്. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധമാണ്. ചമ്പാരൻ സത്യാഗ്രഹം എവിടെയാണ്? ബീഹാർ ആണ്. ശരിയാണ്. ഗേദ സത്യാഗ്രഹം മഹാരാഷ്ട്രയല്ല. ഗേദ എവിടെയാണ്? ഗുജറാത്ത് ആണ്. അഹമ്മദാബാദ് തുണിമില്ല് സമരവും എവിടെയാണ്? ഗുജറാത്ത് ആണ്. അപ്പൊ ഇവിടുത്തെ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 1ഉം 3ഉമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. നമുക്ക് വേണ്ടത് ശരിയായതല്ലേ? അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം കേസരി ബാലഗംഗാധര തിലകനാണ്. യങ് ഇന്ത്യ ആരുടേതാണ്? അത് ഗാന്ധിജിയുടെ പത്രമായിരുന്നു യങ് ഇന്ത്യ. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു പത്രമാണ് ഇത് നവജീവൻ എന്ന് പറയുന്നത് ഗുജറാത്തി ഭാഷയിൽ അദ്ദേഹം എഴുതിയ പത്രമാണ്. ഗുജറാത്തി. രണ്ടും ഏത് വർഷമാണ്? 1919. നമ്മൾ റൗലറ്റ് ആക്ട് പഠിച്ചില്ലേ, അതേ വർഷമാണ് യങ് ഇന്ത്യയും അതേപോലെ നവജീവനും. യങ് ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലുമായിരുന്നേ, ഇംഗ്ലീഷിലും. അതേപോലെ ഇതിന്റെ ഈ യങ് ഇന്ത്യ പത്രത്തിന്റെ എഡിറ്ററായ ഒരു മലയാളി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ജോർജ് ജോസഫ്. പഠിച്ചു വെക്കുക. യങ് ഇന്ത്യ പത്രത്തിന്റെ എഡിറ്ററായ മലയാളിയാണ് ജോർജ് ജോസഫ് എന്ന് പറയുന്നത്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. അപ്പൊ ശരിയായ ബന്ധമാണ്. അപ്പൊ 2 ഇവിടെ തെറ്റാണ്. 1ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ബഹുജന സമരങ്ങളിൽ പെടാത്തത്. ബഹുജന സമരം എന്ന് പറയുമ്പോൾ അറിയാം എന്തായിരിക്കും? അതൊരു പ്രാദേശിക സമരമായിരിക്കും. അപ്പൊ നമ്മൾക്കറിയാം ഇവിടെ ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹമാണ്. നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിയൻ ആശയം നമുക്കറിയാം. നിർദ്ദേശക തത്വങ്ങളിലെ ഗാന്ധിജിയുടെ ആശയങ്ങളാണ് അതിൽ കൂടുതലായിട്ട്. ഗ്രാമപഞ്ചായത്ത്, കുടിൽ വ്യവസായം, ലഹരി വസ്തുക്കളുടെ നിരോധനം. അതിൽ വരുന്ന ഏതാണ്? യൂണിഫോം സിവിൽ കോഡാണ് ഗാന്ധിജിയുടെ ആശയം അല്ലാത്തതായിട്ട് വരുന്നത്. തെറ്റായ പ്രസ്താവന. പയ്യന്നൂരിൽ K കേളപ്പന്റെ നേതൃത്വത്തിലായിരുന്നു ഉപ്പ് നിയമം ലംഘിച്ചത്. ശരിയാണ്.
കോഴിക്കോട് മുഹമ്മദ് അബ്ദുറഹിമാന്റെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്. ശരിയാണ്. ശംഖുമുഖത്ത് പി കൃഷ്ണപിള്ള. ആരാണ്? കോഴിക്കോടും ആരായിരുന്നു? മുഹമ്മദ് അബ്ദുറഹിമാനും അതേപോലെ പി കൃഷ്ണപിള്ളയുമായിരുന്നു. അതേപോലെ പയ്യന്നൂരിലാണ് കെ മാധവനും മൊയ്തു മൗലവിയൊക്കെ വരുന്നത്. അപ്പൊ നമുക്ക് ആൻസർ വരേണ്ടത് എന്താണ്? ഇതാണ് തെറ്റ് വരേണ്ടത്. നമുക്ക് വേണ്ട തെറ്റായ പ്രസ്താവനയല്ലേ. അപ്പൊ ഓപ്ഷൻ സി 3 മാത്രമാണ് ഇവിടെ തെറ്റായിട്ട് വരുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭമാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു ദേശീയ പ്രക്ഷോഭം എന്ന് പറയുന്നത്? നിസ്സഹകരണ സമരമായിരുന്നു. യങ് ഇന്ത്യ പത്രത്തിന്റെ സ്ഥാപകനാണ് ആര്? മഹാത്മാ ഗാന്ധി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതി വെച്ച ചെക്ക് ഏതാണ്? ക്രിപ്സ് മിഷന്റെ അല്ലെ, ക്രിപ്സ് മിഷനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല ദാനം. ആരുടെ വാക്കുകളാണ്? മഹാത്മാഗാന്ധി. ഇത് SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കോട്സ് ആണ്. ഗാന്ധിജിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ആര്? ചേറ്റൂർ ശങ്കരൻ നായർ. ഓക്കെ. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് 1924 ബെൽഗാം സമ്മേളനം. പഠിച്ചു വെക്കുക, ബെൽഗാം സമ്മേളനം. അതേപോലെ പഠിക്കേണ്ട മറ്റൊരു ബുക്കാണ് രാമചന്ദ്ര ഗുഹയുടെ ബുക്ക്. അത് ചോദിക്കാറുണ്ട്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം, ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം എന്ന പുസ്തകം ആരുടേതാണെന്ന് ചോദിക്കാറുണ്ട്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം, ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആരുടേതാണ്? രാമചന്ദ്ര ഗുഹ. ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ കുറച്ച് ബുക്കുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതായിരുന്നു. അതേപോലെ ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്നൊക്കെ പറയുന്നത് രാമചന്ദ്ര ഗുഹയുടെ പുസ്തകമാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മഹാത്മാഗാന്ധിയാണ്. 2020 ആഗസ്റ്റ് മഹാത്മാഗാന്ധിയോടുള്ള ആദരസൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യമാണ് ഇത്? UK, യുണൈറ്റഡ് കിങ്ഡം. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഈ വാക്കുകൾ ഏത് സംഭവത്തെ കുറിച്ചാണ്? ഏതായിരുന്നു? നമ്മുടെ ഗാന്ധിജിയുടെ മരണത്തെ പറ്റി നെഹ്റു പറഞ്ഞ കോട്സ് ആണിത്. അതേപോലെ കുറച്ച് കോട്സ് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് കൂടുതൽ നന്നാവുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടായിരുന്നു. എന്താണ്? ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടിട്ട് കൂടുതൽ നന്നാവുന്നതും നല്ലതല്ല എന്ന് പറഞ്ഞത് ആരാണ്? അത് നമ്മുടെ ബെർണാഡ് ഷായാണ്. ചോദിച്ചിട്ടുണ്ട് ഇത് പരീക്ഷയ്ക്ക്, ബെർണാഡ് ഷാ. അതേപോലെ തന്നെ പിന്നെ പറഞ്ഞത് ആരായിരുന്നു? നമ്മുടെ ഐൻസ്റ്റീന്റെ കോട്സും പറയാനുണ്ട്. രക്തമാംസാദികൾ ഇങ്ങനെയൊരു മനുഷ്യൻ എന്താണ് ഭൂമുഖത്ത് ജീവിച്ചിരുന്നുവെന്ന് ഒരു പക്ഷേ വരും തലമുറകൾ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് ഗാന്ധിജിയെ പറ്റി അഭിപ്രായപ്പെട്ടത് ആരാണ്? ഈ പറയുന്ന ഐൻസ്റ്റീൻ ആണ്. അതേപോലെ ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ആര്? കപൂർ കമ്മീഷൻ. ഏതാണ്? കപൂർ അല്ലെ. ഗാന്ധിജിയുടെ മരണം എന്താണ്? കപൂർ കമ്മീഷൻ. ആകെ കപൂർ ആക്കിയല്ലേ. അപ്പൊ കപൂർ കമ്മീഷനാണ്. ഗാന്ധിജിയുടെ സമാധി സ്ഥലം ഏതാണ്? അത് രാജ്ഘട്ട് ആണ്. രാജ്ഘട്ട് ഗാന്ധിജിയുടെ സമാധി സ്ഥലം. അതേപോലെ പിന്നെന്താണ്? ഗാന്ധിജിയുടെ അവസാനമായി ഉച്ചരിച്ച വാക്ക് ചോദിക്കാറുണ്ട്. എന്താണ് അത്? ഹേ റാം. ഹേ റാം എന്നുള്ളതാണ് ഗാന്ധിജി അവസാനമായിട്ട് ഉച്ചരിച്ച വാക്ക്. നമ്മൾ നേരത്തെ ആത്മീയ ഗുരുവും അതേപോലെ തന്നെ രാഷ്ട്രീയ ഗുരുവും ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുണ്ട്. അത് സി രാജഗോപാലാചാര്യാണ്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ്, രാഷ്ട്രീയ ഗുരു ഗോഖലെയാണ്, രാഷ്ട്രീയ പിൻഗാമി ജവഹർലാൽ നെഹ്റു, ആത്മീയ പിൻഗാമി വിനോബ ഭാവെ, അതേപോലെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സി രാജഗോപാലാചാര്യാണ്. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നവയിൽ ശരി അല്ലാത്തതാണ് വേണ്ടത്. ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരിയാണ്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഗാന്ധിജി എത്ര തവണയാണ് കേരളത്തിൽ വിസിറ്റ് ചെയ്തിരിക്കുന്നത്? 5 തവണ. ഏതൊക്കെയാണ്? ഒന്ന്, ആദ്യമായിട്ട് വന്നത് 1920 ഓഗസ്റ്റ് 18 എന്തിനായിരുന്നു? ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. ഖിലാഫത്ത് ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത് വന്നത് എന്തിനാണോ? 1925 25 കേൾക്കുമ്പോഴേ നമുക്കറിയാം വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1925 മാർച്ച് 8 വൈക്കം സത്യാഗ്രഹത്തിന്റെ പരിഹാരം കാണാനാണ് എന്ത് ചെയ്യുന്നത്? രണ്ടാമത് വരുന്നത്. മൂന്നാമത് വരുന്നത് ഏതാണ്? 1927 ഒക്ടോബർ 9 എന്തായിരുന്നു? തെക്കേ ഇന്ത്യൻ പര്യടനമായിരുന്നു. തെക്കേ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അതേപോലെ നാലാമത് വരുന്നത് എപ്പോഴാണ്? 1934 ജനുവരി 10. എന്താണ് ബന്ധം?
നമ്മുടെ ഹരിജൻ ഫണ്ട് ശേഖരണത്തിനാണ്. ഹരിജൻ ഫണ്ട് ശേഖരണത്തിന് വേണ്ടിയിട്ടാണ് 34 വന്നത്. 20, 25, 27, 34 ഡേറ്റ് പഠിച്ചില്ലെങ്കിൽ വർഷം എന്തായാലും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഏതാണ്? 1937 വന്നു. 37 ജനുവരി 12 എന്തിനായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രപ്രവേശന വിളംബരം. ഓക്കെ, അപ്പൊ 5 തവണയാണ്. അപ്പൊ ഇതും എന്താണ്? ശരിയാണ്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇതും ശരിയാണ്. മഹാത്മാ എന്ന് വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ആരാണ്? അത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത്. അതേപോലെ അർദ്ധനഗ്നായ ഫക്കീർ ഞാൻ പറഞ്ഞു വിൻസ്റ്റൺ ചർച്ചിലാണ്. അതേപോലെ മിക്കി മൗസ് എന്ന്, വെറൈറ്റി അല്ലേ, ഗാന്ധിജിയെ മിക്കി മൗസ് എന്ന് വിളിച്ചത് ആരാണ്? നമ്മുടെ സരോജിനി നായിഡു ആണ് മിക്കി മൗസ് എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പൊ അതും ശരിയാണ്. ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ആണോ? അല്ല, ഗാന്ധിജി അവസാനമായിട്ട് വന്നത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. സോ ഓപ്ഷൻ സി 4 മാത്രമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം ഏതാണ്? 1919 ഏപ്രിൽ 13 അപ്പൊ ഇത് തെറ്റാണ്. 48 ജനുവരി 20 ഗാന്ധിജിക്ക് നേരെ ഒരു വധശ്രമം നടന്നു. നമുക്ക് വേണ്ടത് എന്താണ്? ശരിയായവയാണ്. അപ്പൊ 2 അല്ലാന്ന് നമുക്ക് മനസ്സിലായി. 2 തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ 2 ഉള്ളതൊക്കെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് 1 ശരിയാണെന്നും അറിയാം. ബാക്കി പിന്നെ ഒന്നും നോക്കണ്ട. 1, 3, 4 ആയിരിക്കും ആൻസർ. ഇവിടെ ഓപ്ഷനിൽ 1 ഇല്ല. 2ാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ഗാന്ധിജി പങ്കെടുത്തതാണ്. അപ്പൊ ഏകദേശം 50ഓളം ക്വസ്റ്റ്യൻ മഹാത്മാഗാന്ധിയും ആ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് 2021 മുതൽ ചോദിച്ച അത്യാവശ്യം ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക്